കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് മച്ചാന്മാരെ. ഇന്ന് വേറെ ഒന്നുമില്ല, നമ്മൾ ഞായറാഴ്ച ബോറടിച്ചിരുന്നപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ച് എല്ലാവർക്കും കൂടെ ഒരു മന്തി അടിക്കാൻ പോയാലോ. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയും പിടിച്ച് കാറും പിടിച്ച് നേരെ പോയത് അവിടെ മണക്കാട് ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നമ്മൾ മണക്കാടിലോട്ട് പോയി. വേറെ ഒന്നുമില്ല, മണക്കാട് ജംഗ്ഷനിൽ നിന്ന് അഞ്ചൽ ബേക്കറിയിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേ പുതിയൊരു മന്തിക്കട അവർ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു എന്തായാലും തുടങ്ങിയല്ലോ, നമ്മൾ ട്രിവാൻഡ്രത്ത് മണക്കാട് തന്നെ. അപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ച് അവിടെ എന്തായാലും പോയി നോക്കാം. അതിപ്പോൾ എല്ലാവർക്കും ഈ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അത് എവിടെയാണ്, ഏത് കടയാണ്, എങ്ങനത്തെ കടയാണ്, അവിടുത്തെ വൈബ് എങ്ങനെയാണ്, അവിടുത്തെ ഓളോ എങ്ങനെയാണ്, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവല്, വേറെ വൈബ് മൂഡ് പൊളി ലെവല്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്കും പോയി. ഉമ്മ ഉണ്ടായിരുന്നു, വാപ്പ ഉണ്ടായിരുന്നു, ഇക്ക ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയപ്പോൾ എൻ്റെ പൊന്നെ ചൂട് സമയത്ത് ഒരേ തടുപ്പ്. അകത്ത് കയറിയപ്പോൾ നല്ല കുളിർവ്. അങ്ങനെ നേരെ അകത്തോട്ട് പോയി എല്ലാവരും കൂടെ കയറി അടിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല. എനിക്ക് കണ്ണാടി കണ്ടാലും എവിടെ കണ്ടാലും ഞാൻ ഒരു ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അങ്ങനെയാണ് അവിടെ കയറി ഞാൻ വീഡിയോയും ഫോട്ടോസ് എടുത്തത്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ മേശപ്പുറത്തോട്ട് നമ്മൾ പോയി. അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ സലാഡും ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ വെച്ച് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സലാഡ് ഇരിക്കുന്നു, മയോണൈസ് ഇരിക്കുന്നു, സോസ് ഇരിക്കുന്നു. അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നതിനടുത്ത് കഴിച്ചു. അപ്പോഴാണ് കുഴിമന്തി കൊണ്ടുവന്നത്. ഇത് കുഴിമന്തിയാണോ കുഴിയില്ലാത്ത മന്തിയാണെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അമ്മമാര് മണവും എൻ്റെ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൈയൊക്കെ അങ്ങ് പറയാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ച് അങ്ങ് എടുത്തങ്ങ് വെച്ച് എൻ്റെ തലയുടെ അടുത്തേക്ക് പറഞ്ഞ് തിന്ന്. പിന്നെ നോക്കിയപ്പോൾ തുടങ്ങി അങ്ങ് പരിപാടികളൊക്കെ തുടങ്ങി, കലാപരിപാടികൾ. പിന്നെ നോക്കിയപ്പോൾ ചിക്കനും മട്ടനും ബീഫും കൊച്ചനും കുജിനും ചക്കനും എല്ലാം ഞാൻ ചെന്നാൽ പിന്നെ വലിച്ചു കീറി അങ്ങ് കഴിച്ച്. അതാണ് മന്തിയുടെ ഒരു രുചി. പിന്നെ കിട്ടിയപ്പോൾ ഒരു ഷോട്ടയൊക്കെ കുടിച്ച് അങ്ങ് വയറൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് അങ്ങ് ചാമ്പിട്ട് അങ്ങ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ കുറേ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ടാറ്റ കൊടുത്ത്. പിന്നെ അവിടെ കുറേ ചൈനീസുകാരിയായിട്ടുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ചെറിയ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇക്കാരം മോളുണ്ടായിരുന്നു. അവളെ മുടി പിടിച്ച് ഇങ്ങനെ ആട്ടി അവളെ ഇന്ന് 2 വഴക്കൊക്കെ കേട്ട്. പിന്നെ ഇക്കാടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ മര്യാദയ്ക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന അവളാണ് ഞാൻ ഉണർത്തി. പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ശംഖുവം പോയി. ശംഖുവത്ത് പോയപ്പോഴത്തേക്ക് കടപ്പുറത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് അടച്ചിട്ടേക്കാണ്. അവിടെ എന്തോ വലിയ പണി നടക്കുന്നതാണ് നമ്മൾ കേട്ടത് അറിവ്. അങ്ങനെ നേരെ അവിടുത്തെ പാർക്കിലൊക്കെ പോയി. പിന്നെ ഒരു രാത്രി ഒരു ഐസ്ക്രീം കുടിച്ചു. പിന്നെ അതാ ഇക്കാടെ മോൾക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, ഒക്കെ പാട്ടിട്ട് കൊടുക്കുന്നു, അവൾ ഡാൻസ് കളിക്കുന്നു, പുതിയ സ്റ്റെപ്പ് എടുത്തു. ആഹാ ഉല്ലാസം എന്ത് പറയാനാ ബച്ചാപ്പാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. കുട്ടികളെ കലാപരിപാടികൾ കണ്ടുകൾ രസിക്കുക അടിയ പവറായിട്ട് തിരിച്ചു വരുന്നതാണ് മച്ചന്മാരെ. ബൈ ബൈ.